പോളിംഗിന് ശേഷം അസാധ്യമായ ആത്മവിശ്വാസം UDF പ്രകടിപ്പിക്കുമ്പോഴും മൗനമായിരുന്നു CPM നേതാക്കളുടെ ഒക്കെയും ഒരു ലൈൻ. ആ മൗനത്തെ അത് വലിയ ആത്മവിശ്വാസത്തിന്റെ സൂചനയാണ് എന്ന് വ്യാഖ്യാനിച്ചു സൈബർ ഇടങ്ങളടക്കം. അങ്ങനെ ഒരു പ്രതീക്ഷ വലിയ തരത്തിൽ ഉണ്ടായിരുന്നു CPM കേന്ദ്രങ്ങൾക്ക്, ഇടതുപക്ഷത്തിന്റെ എല്ലാ പ്രവർത്തകർക്ക്, നേതാക്കൾക്കൊക്കെ. പക്ഷേ തുടർഭരണം പ്രവചിക്കുന്ന ഒരൊറ്റ എക്സിറ്റ് പോളുകൾ പോലും നിലവിൽ നമ്മുടെ മുന്നിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ അടിവരയിടുന്നു. എക്സിറ്റ് പോളുകളിൽ എത്ര കണ്ട് യാഥാർത്ഥ്യമുണ്ട്, അത് എത്ര കണ്ട് ഗ്രൗണ്ടിൽ പ്രതിഫലിക്കുമെന്നുള്ളത് കാത്തിരുന്നു കാണേണ്ടതാണ്. പക്ഷേ എക്സിറ്റ് പോളുകളെ അടിസ്ഥാനമാക്കി ഒരു ചർച്ച ഇതാ നമ്മൾ നയിക്കുമ്പോൾ എക്സിറ്റ് പോളുകൾ നൽകുന്ന സൂചന അത് CPIM-ന് ഇടത് കേന്ദ്രങ്ങൾക്ക് അല്പമെങ്കിലും ആശങ്കയുണ്ടാക്കുന്നുണ്ടോ? അസിത, ഒട്ടും ആശങ്ക ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ മുമ്പിൽ ചില അനുഭവ പാഠങ്ങളുണ്ട്. അതിലൊന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന് ഇതുപോലെ റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി, പ്രത്യേകിച്ച് കോൺഗ്രസ്, മുഖ്യമന്ത്രിയെയും വിവിധ വകുപ്പ് മന്ത്രിമാരെയും അവരുടെ സ്റ്റാഫ് അംഗങ്ങളെയും ഒക്കെ തീരുമാനിച്ചു. പ്രത്യേകിച്ച് ആർക്കൊക്കെ ഏതൊക്കെ ഓഫീസ് എന്നുള്ള നിലയിൽ ഔദ്യോഗിക വസതി ആർക്കൊക്കെ പങ്കിട്ടെടുക്കണം എന്ന രൂപത്തിലടക്കമുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ട ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കോൺഗ്രസിനുണ്ട്. ഇതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ നോക്കിക്കാണാൻ ഞങ്ങൾ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവരങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി, അല്ലെങ്കിൽ റിസൾട്ടിന് തൊട്ട് മുൻപായി തങ്ങളിൽ ആരൊക്കെ മന്ത്രിയാവണം, ആര് മുഖ്യമന്ത്രിയാവണം, ആ മന്ത്രിമാരെ സേവിക്കേണ്ടുന്ന മന്ത്രിസഭയിലെ അതുപോലെ തന്നെ ഉദ്യോഗ പ്രമുഖർ ആരായിരിക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ഇത്തരത്തിലുള്ള ചക്കളത്തി പോരാട്ടവും അവർക്കകത്തുള്ള ചില യുദ്ധങ്ങളുമൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെ വേണ്ടത്ര ഗൗരവത്തിൽ ഗൗനിക്കുന്നില്ല എന്നുകൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നീട് ഇപ്പൊ കോൺഗ്രസ് രാഷ്ട്രീയമായിട്ടാണ് ഈ എക്സിറ്റ് പോളുകളെ സമീപിക്കുന്നതെങ്കിൽ അവരുടെ ദേശീയ നേതൃത്വം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിന് വിരുദ്ധമായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ തന്നെ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുണ്ട്. ആസാമിൽ നിന്നും പുറത്തു വന്നിട്ടുള്ള എക്സിറ്റ് പോളുകളെ പാടെ അവർ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആസാമിലും കേരളത്തിലും വ്യത്യസ്ത നിലപാട് ഒരു ദേശീയ പാർട്ടിക്ക് സ്വീകരിക്കാൻ സാധിക്കും. അല്ല ശ്രീ സുരേഷ് കുമാർ, നോക്കൂ, ഈ എക്സിറ്റ് പോളുകളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന സാഹചര്യത്തിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളെ നമുക്കവിടെ മാറ്റി നിർത്താം. അത് ഉണ്ടാകുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിലും ഇന്നും മുഖ്യമന്ത്രിക്ക് പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ കോൺഗ്രസിന്റെ ചർച്ചകളെ മാറ്റി നിർത്തി തെരഞ്ഞെടുപ്പിന് ശേഷം എന്ത് എന്നുള്ളത് എക്സിറ്റ് പോളുകളെ മാത്രം ആധാരമാക്കിയ ഒരു ചർച്ചയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ, ഇപ്പോൾ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഏറ്റവും കൂടുതൽ സീറ്റ് പ്രവചിപ്പിക്കുന്നത് ആരാണ്? ആക്സിസ് മൈ ഇന്ത്യയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF-ന് ഏറ്റവും കൂടുതൽ സീറ്റ് പ്രവചിക്കുകയും ഏതാണ്ട് അതിനോടടുത്ത ഫിഗറിലേക്ക് LDF എത്തുകയും ചെയ്തു. ബാക്കിയുള്ള എല്ലാ സർവേകളും ഈ തവണ വന്ന സർവേകൾക്ക് സമാനമായ നിലയിൽ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് പ്രവചിക്കുമ്പോഴും അങ്ങനെയല്ല എന്ന് പറഞ്ഞ ഏജൻസികളടക്കം ഇത്തവണ UDF അധികാരത്തിൽ വരുന്ന സാഹചര്യമാണ് ഉണ്ടാകുക എന്നുള്ളതാണ് പറയുന്നത്. അവിടെയാണ് പ്രശ്നം. ഞാൻ അതിനെക്കുറിച്ചാണ് ചോദിച്ചത്. അതെ, തീർച്ചയായും മറുപടി പറയാം. ആക്സിസ് സർവേ കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 120ഓളം സീറ്റുകളാണ് അവരുടെ പ്രഖ്യാപനത്തിൽ വന്നത്. എന്നാൽ ഞങ്ങൾക്ക് അത്രയും കിട്ടിയില്ല. 99 സീറ്റുകളിൽ മാത്രമാണ് ഞങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. മറ്റൊരു വിരോധാഭാസം എന്ന് പറയുന്നത് ഞങ്ങളുടെ 33 വിജയിച്ച 33 സ്ഥാനാർത്ഥികളെ 120ഓളം സീറ്റുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്നാണ്. ഞങ്ങൾ 99 സീറ്റിൽ വിജയിച്ചു. മറ്റൊന്ന് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട സർവേകളിൽ ഞങ്ങളുടെ 33 സ്ഥാനാർത്ഥികളെ, അതിൽ MM മണിയുണ്ട്, അതുപോലെ തന്നെ P രാജീവുണ്ട്. ഇങ്ങനെ തിരുവനന്തപുരത്ത് തന്നെ പല വ്യത്യസ്ത, അരുവിക്കര പോലുള്ള മണ്ഡലങ്ങളുണ്ട്. പല മണ്ഡലങ്ങളിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ, ബേപ്പൂരിൽ എന്തിനേറെ പറയുന്നത്, ബേപ്പൂരിൽ ഞങ്ങളുടെ ഏറ്റവും ക്രീം സ്ഥാനാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകൾ 5%-നും 10%-നും വരുന്ന വോട്ടുകളിൽ പരാജയപ്പെട്ടു പോകും. അങ്ങനെ പരാജയപ്പെടുന്നവരുടെ എണ്ണം 33ആണ്. നിങ്ങൾ നോക്കൂ, കഴക്കൂട്ടത്ത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം, മുൻ മന്ത്രിയായിട്ടുള്ള കടകംപള്ളി അടക്കം 30,000-ഓളം വോട്ടുകൾക്കാണ് വിജയിക്കുന്നത്. അന്ന് തന്നെ MM മണിയുടെ ഒരു പ്രസ്താവന ബൈറ്റ് നിങ്ങളുടെ മുമ്പ് മാധ്യമ പ്രവർത്തകരുടെ മുന്നിലുണ്ട്. അദ്ദേഹം പറഞ്ഞത് 30,000-ൽ കൂടുതൽ വോട്ടിന് ഞാൻ വിജയിച്ചില്ല എങ്കിൽ അതൊരു വിജയമായിട്ട് പോലും കണക്കാക്കില്ല. അത്രമാത്രം ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തെരഞ്ഞെടുപ്പിനെയും റിസൾട്ടിനെയും സമീപിച്ച നേതൃത്വമാണ് ഞങ്ങൾക്കുള്ളത്. അവരാണ് ഞങ്ങളെ നയിക്കുന്നത്. സ്വാഭാവികമായും ഞങ്ങൾക്കൊരാശങ്കയുമില്ല. ഇത്തരത്തിലുള്ള എക്സിറ്റ് പോളുകൾ, ആ 33 പേരെ പരാജയപ്പെടുത്തിയ എക്സിറ്റ് പോളുകളുടെ സ്ഥാനം എവിടെയായിരുന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട ആങ്കർ ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. എന്ത് മറുപടി പറഞ്ഞാണ് നിങ്ങൾ ആ പാഴായി പോയ ആ എക്സിറ്റ് പോളുകളെ നിങ്ങൾ നിർവചിക്കാൻ തയ്യാറായിട്ടുള്ളത്? നിങ്ങൾ അല്ലെങ്കിൽ അതിനെ സമർത്ഥിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്? യാതൊരു കാര്യവും പിന്നീട് അതിനെ സംബന്ധിച്ചുണ്ടായിട്ടില്ലല്ലോ. 33 സ്ഥാനാർത്ഥികളെയാണ്, പ്രധാനപ്പെട്ട നേതാക്കന്മാരെ അടക്കം പരാജയപ്പെടുത്തിയ സർവേകൾ ഉണ്ടായത്.
2021 കേവലം 5 വർഷങ്ങൾക്ക് മുൻപാണ്. ഇപ്പൊ വീണ്ടും പറയുന്നു ഞങ്ങളിൽ പ്രധാനപ്പെട്ട പലരും പരാജയപ്പെട്ടു പോകുന്നു. അവർ വിജയിച്ചാൽ നിങ്ങൾ എന്താണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ, നിങ്ങളത് ഞാൻ സാങ്കല്പികമായി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്, അവർ വിജയിച്ചാൽ എന്ത് മറുപടിയാണ് ഈ സർവേകൾ നടത്തിയിട്ടുള്ള ആളുകൾ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നത് അറിയാൻ എനിക്ക് വളരെയധികം താല്പര്യമുണ്ട്. എനിക്കെന്ന് മാത്രമല്ല പ്രേക്ഷക സമൂഹത്തിനാകെ. ഇതെന്ന് പറയുന്നത് ആ സന്ദർഭത്തിൽ ഉള്ള കിട്ടുന്ന സാമ്പിൾസ് വെച്ച് ഒരു ഏകദേശ രൂപത്തിൽ എത്തിച്ചേരുന്നു. അത് ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നതിന് വേണ്ടി അത് കഴിഞ്ഞ കുറെ കാലമായി ഈ തെരഞ്ഞെടുപ്പിന് ഒരു പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ട്. കഴിഞ്ഞ കുറെ കാലമായി ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ ഒറ്റക്കെട്ടായി നിന്ന ആളുകൾ അവരുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെ ചില കാര്യങ്ങൾ ചെയ്യുന്നു. അതിന്റെ തുടർച്ചയെന്നോണം സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ തുടർച്ചയായി നടപ്പിലാക്കുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉൽപ്പന്നമായിട്ടാണ് ഞങ്ങൾ ഈ സർവേകളെ നോക്കിക്കാണുന്നത്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ജനങ്ങൾക്കിടയിൽ അത് വൻകിട പദ്ധതികൾ മുതൽ ഏറ്റവും താഴെത്തട്ടിലുള്ള സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളടക്കം വളരെ കൃത്യതയോടുകൂടി ഇടപെടുകയും അതിന് ആ ബുദ്ധിമുട്ടുകൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു സർക്കാരിനെ അങ്ങനെ ജനത കൈവിട്ട് കളയില്ല എന്ന ശുഭാപ്തി വിശ്വാസമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുത്ത CPIM-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 100% കോൺഫിഡന്റ് ആണ്. ഞങ്ങൾക്ക് വീണ്ടും അധികാരത്തിൽ 3ാം തവണയും തിരിച്ചു വരാൻ സാധിക്കും എന്ന ഒരു കോൺഫിഡന്റ് ആണ് ഞങ്ങൾ മുന്നോട്ട് വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.